സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറഞ്ഞാൽ പല ആൾക്കാർക്കും പേടിയാണ്. ശബ്ദം വരില്ല, ഹൃദയമിടിപ്പ് കൂടും, ശ്വാസഗതി കൂടും, ചിലപ്പോൾ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് എന്നറിയാം. ഇത് എങ്ങനെ പരിഹരിക്കാം? ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, അതിന്റെ പരിഹാരങ്ങളും. നമ്പർ 1, സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വാചാലമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിവുള്ള പലരും സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഹൃദയമിടിപ്പ് കൂടുന്നു, മുട്ട് വിറയ്ക്കുന്നു, ശബ്ദം വരുന്നില്ല. സദസ്സിലുള്ള ആളുകൾ നിങ്ങളെ തന്നെ നോക്കുന്നു എന്നും നിങ്ങളുടെ ഓരോ വാക്കുകളും അവർ വിലയിരുത്തും എന്നും കുറ്റങ്ങൾ കണ്ടുപിടിക്കും എന്നും നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നത്. ഭയമുണ്ടാകുമ്പോഴോ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടുതൽ ആവശ്യം വരുന്നു. അപ്പോൾ ശരീരം ഹൃദയമിടിപ്പ് കൂട്ടുന്നു, ശ്വാസഗതി കൂട്ടുന്നു, കൂടുതൽ ഓക്സിജൻ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോധപൂർവം ഓക്സിജൻ സപ്ലൈ കൂട്ടുക. എങ്ങനെ? മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് വലിക്കുക, വായിലൂടെ ആരും കാണാതെ പുറത്തേക്ക് പതുക്കെ പതുക്കെ വിടുക. അങ്ങനെ കുറച്ച് സമയം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ലഭിക്കുകയും ശരീരം കൂടുതൽ എനർജറ്റിക് ആവുകയും നോർമൽ ആവുകയും ചെയ്യുന്നു. ഒരു 90% നിങ്ങളുടെ ആ ഒരു ഭയം പെട്ടെന്ന് കുറയുകയും ഹൃദയമിടിപ്പ്, ശ്വാസഗതി എല്ലാം വളരെ നോർമലാണ്. പ്രസംഗം മോശമായതുകൊണ്ട് ഈ ലോകത്തിൽ ആരും ആരുടെയും തല ഇതുവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല. ഉണ്ടോ? ചിലപ്പോൾ തെറ്റിപ്പോകും. പല പ്രസംഗങ്ങളും മോശമാകും. വർഷങ്ങളോളം പ്രസംഗിച്ച് പരിചയമുള്ള, ശീലമുള്ള, കയ്യടികൾ വാങ്ങിയിട്ടുള്ള പല നേതാക്കന്മാരും പല ആളുകളും പല മണ്ടത്തരങ്ങളും കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും. നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെക്കാൾ നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകും. കാണികൾ ഇവിടെ പ്രധാനമായി വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അല്ല എന്നും നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുവാനാണ് എന്ന് മാത്രം ചിന്തിക്കുക. അത് മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ലല്ലോ എന്ന തോന്നലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോകും, പരിചയമില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ കഴിയില്ല എന്ന എവിടെയോ ഒരു മുൻവിധിയോടെയാണ് പല ആളുകളും സമീപിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ പരിചയമുണ്ടാവുക? ആ കാര്യം ചെയ്തല്ലേ. ഡ്രൈവിംഗ്, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ എന്തുമാത്രം മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കാൻ പോയി, മിസ്റ്റേക്കുകൾ വരുത്തി, മിസ്റ്റേക്കുകൾ കുറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വളരെ ആസ്വദിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് പ്രസംഗവും. നിങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രസംഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഏത് വേദിയിലും പ്രസംഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എവിടെ വേദി കിട്ടിയാലും എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല, തെറ്റുവരും എന്ന ആശങ്കകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ അവസരത്തെ ചാടി പിടിക്കുക. ഇനി കൂവൽ കിട്ടിയാലോ? ഒരിക്കലും പതറാൻ പാടില്ല. കാരണം ഇന്നത്തെ കൂവൽ നാളത്തെ കയ്യടിയായി മാറും എന്ന ചിന്തയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പരിചയക്കുറവ് പൂർണ്ണമായിട്ടും മാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി നോക്കിയിട്ട് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ ഒക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ 1-2 വിഷയത്തെക്കുറിച്ച് 1 മിനിറ്റെങ്കിലും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും നിങ്ങൾ നല്ലൊരു പ്രാസംഗികനാണെന്ന്. മൂന്നാമത്തെ കാരണം, പെർഫെക്ഷനിസം. പല ആളുകൾക്കും ഉണ്ടല്ലോ, അവർ എന്ത് കാര്യം ചെയ്താലും പെർഫെക്റ്റ് ആകണം. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്ഷൻ ആവശ്യമാണ്, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി ചെയ്യണം എന്ന വാശിയുള്ള ചില ആൾക്കാരുണ്ട്. അവർ ജീവിതത്തിലുണ്ടല്ലോ ഒരിക്കലും മുന്നേറില്ല. ഇനി അഥവാ മുന്നേറിയാലും ഒരു പരിധി വിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇംപെർഫെക്ഷനെ കൂടി നമ്മൾ സ്നേഹിക്കണം. ഇംപെർഫെക്ഷൻ ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കിലോ ഇംപെർഫെക്ഷനിലോ അല്ല, നിങ്ങളുടെ പ്രോഗ്രസ്സിലാണ്. ഒരു പ്രസംഗം കഴിയുമ്പോൾ അടുത്ത പ്രസംഗത്തിൽ എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു 5, 6, 8 പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്ന്. ഓരോ പ്രസംഗം കഴിയുമ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെയാണ് ആളുകൾ കൈയടിച്ചത്, എവിടെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് എന്ന ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് കൂടുതൽ ബെറ്റർ ആകാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ നല്ലൊരു പ്രാസംഗികനാണെന്നും. സ്റ്റേജുകളിൽ കയറി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സദസ്സ് മുഴുവൻ നിങ്ങളുടെ പ്രസംഗം ആസ്വദിച്ച് കൈയടിക്കുന്നു എന്നുള്ള വിഷ്വലൈസേഷൻ എപ്പോഴും വേണം. പ്രസംഗിക്കാൻ വേണ്ടി വേദിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഈ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് മാത്രമേ പ്രസംഗ പീഠത്തിലേക്ക് നിങ്ങൾ ചെല്ലാൻ പാടുള്ളൂ. നോക്കൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരുടെയും കയ്യടി വാങ്ങിക്കുന്ന ഒരു നല്ല പ്രാസംഗികരാകാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കും. അപ്പോൾ നമ്മളുടെ പ്രസംഗകലയെക്കുറിച്ചുള്ള സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.